ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വിഷു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. വിഷുവിൻ്റെ അന്ന് കണിയൊക്കെ കണ്ടതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് വിഷുക്കട്ട. വിഷുക്കട്ട ഉണ്ടാക്കാനായി ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഉണക്കലരി കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അരി നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. അങ്ങനെ കുതിർത്ത് വെച്ച അരിയാണ് ഇത്. അടുത്തതായി ഇതിൽ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 2ാം പാലും 1ാം പാലും ഉപയോഗിച്ചുകൊണ്ടാണ് വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഷുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. ഇനി നമുക്ക് വിഷുക്കട്ട ഉണ്ടാക്കാനായി തുടങ്ങാം. ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച 2ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പാലിനെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി തിളച്ചു വരുമ്പോഴാണ് നമ്മൾ മാറ്റിവെച്ച അരി ഇടേണ്ടത്. ഇപ്പോൾ ഇത് നമ്മളെ തേങ്ങാപ്പാൽ നന്നായി തിളച്ചു വരുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ അരിയിട്ട് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൽ അരിയിട്ടതിന് ശേഷം അത് വെന്ത് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിച്ചു പോകാനും കട്ട പിടിക്കാനും സാധ്യതയുണ്ട്. രണ്ടാം പാലിൽ കിടന്ന് അരി വെന്തു തുടങ്ങുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറുക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ അരി 90% കുക്കായിട്ടുണ്ട്. നമ്മൾ 2ാം പാൽ വറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, 1ാം പാൽ ചേർത്ത് കൊടുക്കണം. 1ാം പാൽ ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ 1ാം പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വറ്റിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി പരത്തി വെക്കുക. ഇത് ചൂടാറിയതിന് ശേഷം നല്ല ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയാലോ. വിഷുക്കട്ടയുടെ കോമ്പിനേഷനാണ് ശർക്കര പാനി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.